ഹലോ മച്ചമാരെ, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. നമ്മുടെ വയനാടിൻ്റെ ചന്തവും ഭംഗിയും ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, നല്ല മഞ്ഞാണ് പുറത്ത്. കുഞ്ഞു പെണ്ണിതാ, കുഞ്ഞു പെണ്ണിതാ, കുഞ്ഞു പെണ്ണിതാ, കുഞ്ഞു പെണ്ണ് കുഞ്ഞു പെണ്ണ് ഉറക്കെണീറ്റിട്ട് പൂച്ചക്കുട്ടികൾ കണ്ണുറക്കണ പോലെ തുറന്നോർത്ത് നോക്കുന്നുണ്ട്. പുറത്ത് നല്ല മഞ്ഞാണ്, പക്ഷെ തണുപ്പില്ല കേട്ടോ, തണുപ്പില്ല. ഗുഡ് മോർണിംഗ് പറ, ഗുഡ് മോർണിംഗ് പറ. ആ, ദീപണ്ണതാ താഴേക്ക് പോവാനുള്ള പരിപാടിയിലാണ് മക്കളെ. ദീപണ്ണ പോയി. ആരായി? ശശി അല്ല കുഞ്ഞാ? അച്ഛൻ്റെ കാലിലൊന്ന് കയറി നിൽക്കുന്നുവോ? എന്നാ പിന്നെ നിന്നോട് തെറ്റി. എനിക്കെന്താ തരാം, രണ്ട് കാലും വേദനിക്കുമ്പോൾ പെണ്ണിനെ രാത്രിക്കുട്ടിനെ അതിനെ കൂടെ നടത്തിക്കും, കാലിൽ കൂടെ നടത്തിക്കും. അപ്പോൾ ഇടക്ക് നടക്കും, അപ്പോൾ ഒരു സുഖം, വേദനയ്ക്കൊരു കുറവുണ്ടാവും. രാവിലെ ആയിട്ട് അവള് പൂരത്തിന് ആനേനെ കണ്ടു. ഇവിടെ ആന നല്ല മഞ്ഞുണ്ട് പുറത്ത്, കണ്ടോ? നല്ല അടിപൊളി സമയം. നമുക്ക് പുറകിലൊന്ന് പോയി നോക്കാം എങ്ങനെ അവസ്ഥ കേട്ടാ. ഇതിൻ്റെ ഇടയ്ക്ക് കാപ്പിയും കൂടിയും പൂത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കാപ്പീൻ്റെ ഒക്കെ വെട്ടിയും കൊണ്ടേ ആ ഒരു വൈബ് കിട്ടില്ല. അല്ലെങ്കിൽ ഈ ടൈമിൽ എന്താ പറയുക, കുംഭമാസത്തിലൊരു 2-3 മഴ കിട്ടും. ആ മഴ കിട്ടുമ്പോൾ തന്നെ കാപ്പി പൂക്കും ചെയ്യും. അപ്പോൾ ഈ മഞ്ഞും ഒപ്പം കാപ്പി പൂത്തും കൂടി ആകുമ്പോൾ നല്ല വൈബാവും. പക്ഷെ ഇപ്പോൾ വൈബില്ല. ഇപ്പോൾ ഇവിടെ മാത്രമുള്ളൊരു കാപ്പി. ഇതാണ് നമ്മുടെ വയനാട്ടിൻ്റെ ബ്യൂട്ടി. പെണ്ണെ, എനിക്ക് കാല് ഒരു വേദനയാകുമ്പോൾ അതാ ഇതേപോലെ കയറി ചവിട്ടി തരും കേട്ടോ. കുഞ്ഞുപെണ്ണിന് പറയാനുള്ള പറ. ഇനി നടന്നോ, കാലിക്കൂടെ നടന്നു കുട്ടിയ. ഇങ്ങനെ ചെയ്യുമ്പോഴേ ഒരു ആശ്വാസം കിട്ടും. അപ്പം അതുകൊണ്ട് ചെയ്യിക്കലുള്ളതാ. ഇടയ്ക്ക് സ്വയം ചെയ്ത് അച്ഛാ ഞാൻ കാല് ചവിട്ടി തരാമെന്ന് പറഞ്ഞിട്ട് കയറുന്ന കയ്യിനെ കൊണ്ട് ഒഴിയാൻ പറ്റൂലല്ലോ. അപ്പം അത് കളിച്ചുകൊണ്ട് കാലിക്കൂടെ നടക്കും. ഇത് രാത്രിത്തെ പരിപാടി. രാത്രി കിടന്നുറങ്ങണതിൻ്റെ മുന്നേ കുഞ്ഞുപെണ്ണ് പറയും അച്ഛാ നടക്കാന്ന്. അപ്പം നടക്കും. ഇതുവരെ ഉറക്കം വരുന്നുണ്ട് പറയുമ്പോൾ വന്ന് കിടന്നു ഉറക്കി കൊടുക്കും. അങ്ങനെയാണ് കിടക്കല്. വാരി കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടെ മൈസിൻ്റെ കൂട് ഞാൻ എന്താക്കി, ദീപണ്ണൻ്റെ പഴയ ഷോളുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഒന്ന് മറച്ച് സെറ്റാക്കി അവർക്കൊരു പ്രൈവസി ആക്കി കൊടുത്തു. ഇത് പിന്നെ നമ്മളെ ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ഫോട്ടോ ആയിരുന്നു. അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇറക്കി വെച്ചു. അപ്പോൾ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. പിന്നെ കുറച്ച് സൺസൈഡും ബിസ്ക്കറ്റും പൊട്ടിച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ അവർ തിന്നുന്നുണ്ട്. പിന്നെ ഇന്നലെ ദീപണ്ട് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം കുഞ്ഞിക്കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുകയാണ് എല്ലാവരും. ഇനി കണ്ടോ, പുറകിൽ നല്ല മഞ്ഞാണ്, കട്ട മഞ്ഞെന്ന് പറഞ്ഞാൽ. അങ്ങോട്ടേക്ക് നമുക്ക് വയലൊന്നും കാണുന്നില്ല. വർക്കൗട്ട് ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോ വിളിക്കുകയും കൊണ്ടേ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് വല്ലാത്ത ഇടങ്ങേറ്. ഇത് കണ്ടോ, പിന്നെ ഞാനേ നാട്ടിൽ പോയപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു ഒരു കട്ട ചോപ്പിൻ്റെ തെച്ചി കൊണ്ടുവന്നു. പക്ഷെ അത് തളിര് ഇലയൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതങ്ങോട്ട് വളരുന്നില്ല. ഇത് പിന്നെ എങ്ങനെ, ഇത് ഞാൻ കുഴിച്ചിട്ടല്ല കേട്ടോ, ഇതിൽ ഓൾറെഡി ഉണ്ടായി വന്നതാണ്. ഇനി അവിടുന്ന് താഴ്ന്ന മണ്ണൊക്കെ വരുമ്പോൾ, പക്ഷേ ഈ പൂളിൽ ചെടി ഇവിടെ ഇല്ലേനു. അപ്പോൾ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു താഴേക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞു ഇത് ഞാൻ നട്ട് വളർത്തിയതല്ലല്ലോ, അപ്പോൾ തെച്ചിൻ്റെ കൂടെ ഇത് നിൽക്കട്ടെ, ഒരു രസമാണ് എന്ന് നനച്ചു കൊടുക്കും. പൂവിടാൻ തുടങ്ങി ഉണ്ടോ. ഇനി ഇതിൻ്റെ വിത്തുനിന്ന് വേറെ കളർ ഉണ്ടാവും, അങ്ങനെയാണെന്നാണ് അമ്മ പറഞ്ഞത്. എന്തായാലും
അവിടെ നിൽക്കട്ടെ. പിന്നെ ഇന്നത്തെ പിന്നെ പരിപാടി ഇനിയിപ്പോൾ എന്താ, ഇനി ദീപണ്ണൊന്ന് കുളിക്കണം, ദീപണ്ണ് കുളിക്കണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കണം. ഇന്ന് പിന്നെ കുഞ്ഞുപെണ്ണിന് അംഗൻവാടിയില്ലേ, 2ാം ശനിയാഴ്ച അല്ലേ. അപ്പോൾ രാവിലെ ആയ തുമ്മലുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ഞിൻ്റെ ഇടയിലൂടെ അതാ നമ്മൾ സൂര്യാട്ടം വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്, അവിടെ കാണുന്നുണ്ടാവോ. അപ്പോൾ രാവിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ, ഇനി കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാനുണ്ട്. ഇനിയിപ്പോൾ ജൂൺ മാസത്തിലൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. നമ്മൾ കോയമ്പത്തൂർ പോണ വീഡിയോ ഒക്കെ ഇനി ഉണ്ടാവും കേട്ടോ, ഡെയിലി വ്ളോഗായിട്ട് അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വഴി കാണിച്ചു തരാം. കുളിച്ച് വന്നു, ചായ കുടിച്ചു, ദീപണ്ണ് പോയി, കുഞ്ഞുപെണ്ണ് കൊണ്ട് ഇന്ന് അംഗനവാടി ഇല്ലാതെ നേരത്തെ ഒന്നും കുളിച്ചിട്ടില്ല, ആളിങ്ങനെ നടക്കുന്നുണ്ട്. അതൊന്നും കാണിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഞാനേ കുളിച്ച് മുടി ഇരുമ്പോഴാണ് ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ വിട്ടുപോകും. അതൊക്കെ മറന്നു പോകും. മുടി ഇരുമ്പോഴാണ് മനസ്സിൽ വിചാരിച്ചത്, അയ്യോ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലെ എനിക്ക് മാഗി ഇഷ്ടമല്ല, ഇന്ന് മാഗിയാണ്. അപ്പോൾ ഞാനത് തിന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ദീപണ്ണ് കിഴങ്ങിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താക്കണം, കഞ്ഞി കുടിക്കണം കേട്ടിട്ട്. അപ്പോൾ ഇനി ആകെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു മണിയാകുമ്പോൾ 1 മണി 1:30 ആകുമ്പോൾ എന്താക്കും, ചോറ് കഴിക്കും, കിടക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെ പിന്നെ ഇന്നത്തെ പരിപാടിയൊക്കെ അങ്ങനെ കഴിയും. അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കാണാം കേട്ടോ. ഇനി പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കുളിച്ചൊന്നുമില്ല. ഇനി കിടന്ന് കുറച്ച് നേരം ഫിസിയോതെറാപ്പി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വിശക്കുന്നുണ്ട്, കഞ്ഞി കുടിക്കണം, ചോറ് വാർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഡെയിലി വ്ളോഗ് കഴിച്ച് ഇന്നാട്ടോ കൃത്യത്തിൽ ഓർമ്മ വന്നിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കലൊന്നും കാണിക്കലില്ലായിരുന്നു. കഞ്ഞിയും പിന്നെ കിഴങ്ങുപ്പേരിയും 2 ചെറുനാരങ്ങ ഉപ്പിലിട്ടത് അച്ചാറിടാൻ വേണ്ടി ആക്കിയതാണ്. അപ്പോൾ അച്ചാറിനെക്കാട്ടി ടേസ്റ്റ് ഉപ്പിലിട്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ. ഹലോ മച്ചാന്മാരെ, നമ്മളെ ഒരുപാട് സമയമായി നമ്മുടെ ടേബിൾ ഫാൻ ആകെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു തട്ടിക്കൂട്ടി എങ്ങനെയൊക്കെ കറക്കാൻ വെച്ചതാണ്. അത് പിന്നെയും കറങ്ങലില്ല. അപ്പോൾ അതിൻ്റെ തട്ടിക്കൂട്ട് പണിയിലൊക്കെ ആയിരുന്നു. കുഞ്ഞുപെണ്ണ് കണ്ട് അവിടെ ഇരിക്കണം. ഓരോന്നെടുത്ത് കളിക്ക്, എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ അത് എടുക്കും. ആർക്കും ഒന്നും മനസ്സിലാവില്ല, നീ വെറുതെ വർത്തമാനം പറഞ്ഞു. ഇനി ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് നോക്കണം എങ്ങനെ കറങ്ങണുണ്ടോന്ന്, ഇല്ലെങ്കിൽ എടുത്ത് വലിച്ചെറിയണം. അപ്പോൾ നോക്കട്ടെ എന്താ സംഭവം, കറങ്ങുന്നില്ല. കണക്ഷൻ കൊടുത്തപ്പോൾ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്, കപ്പാസിറ്ററിൻ്റെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ എന്തൊക്കെയാണ് സംഭവം കേട്ടോ. നമ്മളിന്നേ ഫാനൊക്കെ നന്നാക്കി കഴിഞ്ഞു. പിന്നെ ഫാൻ നന്നാക്കി കഴിഞ്ഞിട്ടില്ല, ഫാൻ നാശമായത് തന്നെയാണ്. അത് ഞാൻ എങ്ങനെയൊക്കെയോ കറക്കിയതാണ്. അതിൻ്റെ ആ സ്വിച്ച് വരാൻ്റെ അടിയൊക്കെ തുരുമ്പെടുത്തിട്ട് അങ്ങോട്ടൊക്കെ കറണ്ടിൻ്റെ ഒക്കെ വന്നിട്ട് സ്പാർക്ക് അടിക്കും. അപ്പോൾ ഞാനെന്താക്കി എല്ലാം വലിച്ചോടിച്ച്, അല്ലെങ്കിലേ കറങ്ങുന്നില്ലായിരുന്നു കുറച്ചായിട്ട്, ഇങ്ങനെ ഒച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞു, എല്ലാം കൂടി തട്ടിക്കൂട്ടി ഓരോരോ മൂലയ്ക്കാക്കി സിറ്റ് ഔട്ടിൽ പായിട്ട് കിടക്കുകയായിരുന്നു. ഇന്നാണ് ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയത്. രാത്രി ഉറക്കം ശരിയായിട്ടാണ്ട് കിട്ടാത്തതുകൊണ്ട് വല്ലാത്ത ഇടങ്ങേറ്. അപ്പം കുഞ്ഞുപെണ്ണ് ഉറങ്ങിയിരുന്ന ഹരിതകർമ്മസേനക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ സഞ്ചിയൊക്കെ ഒച്ചപ്പാട് ഇട്ടിട്ടാണ് ഞാൻ ഉള്ളത് തന്നെ. അപ്പോൾ പിന്നെ കുഞ്ഞുപെണ്ണ് ഉറക്കം എഴുന്നേറ്റ് വന്ന് കരച്ചിലും പിരിച്ചിലൊക്കെ ആയിരുന്നു. ഉറക്കം ശരിയാവാതെ എഴുന്നേറ്റിട്ടേ പിന്നെ എൻ്റെ അടുത്ത് വന്ന് കാലൊക്കെ ചവിട്ടി തരുമായിരുന്നു. ഇപ്പോൾ
ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ കളിക്കാം. അപ്പോൾ ഇപ്പോൾ സമയം 4:45. വൈകുന്നേരം കുളിക്കണം, വിളക്കെത്തിക്കണം. വിളക്കെത്തിച്ച് ഒന്നിരുന്ന് കുറച്ചാകുമ്പോൾ തന്നെ 7:45 ദീപെണ്ണ് വരും. ദീപെണ്ണ് വന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, തിരിച്ച് വരിക. ദീപെണ്ണിൻ്റെ കാല് കുറച്ച് നേരം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കും. അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും. പിന്നെ കിടക്കും, ഉറങ്ങും. എനിക്ക് ഉറങ്ങുന്ന പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണും ദീപെണ്ണും ഉറങ്ങും. അങ്ങനെ കിടക്കും ഞാൻ. ദീപെണ്ണ് കടയിൽ നിന്ന് വന്നിരിക്കേ. എവിടെ ദീപെണ്ണിതാ കടയിൽ നിന്ന് വന്നിരിക്കേ. എന്നെ ചൊല്ലുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. എങ്ങനെയാ വന്നതെന്നൊക്കെ പറ. ഫ്ലൈറ്റിൽ എവിടെ ഇറങ്ങി? ഇവിടെ ലാൻഡ് ചെയ്തു ഇന്ന് രാവിലെ, അല്ല രാത്രി. അയ്യോ ചൂടെടുത്തിട്ട് ഇത് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറ. ഞാൻ മാത്രം എന്തെങ്കിലുമൊക്കെ പറയണത്. ഇനി ചോറുന്നാൻ പോകണം. ചോറിൻ്റെ വന്നിട്ട് കയറി കിടന്നുറങ്ങും. ഇതൊക്കെ തന്നെ പരിപാടി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ളോഗും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് വരാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.